ഞാൻ ആമുഖത്തിൽ വിട്ടുപോയതാണ്. അത് ഞങ്ങൾ ഗുരുവായൂർ ദേവസ്വം ചെയർമാനെ ക്ഷണിച്ചിരുന്നു ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ. അതുപോലെ ഈ ദേവസ്വം അംഗങ്ങളെ ക്ഷണിച്ചിരുന്നു. കേരളം ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധികളെ ക്ഷണിച്ചിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന അവരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ആരും വന്നില്ല എന്നുള്ളതാണ്. യെസ് സ്വാമി, ഇത് ആചാരാനുഷ്ഠാനങ്ങളിന്മേലുള്ള കടന്ന് കയറ്റമല്ല. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പം നവംബർ 1 ദീപസ്തംഭം തെളിയിച്ചില്ല എന്നിവിടെ പറയുകയുണ്ടായി. നവംബർ 8 ഉദയാസ്തമന പൂജ നടന്നില്ല എന്നും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കുറച്ച് വിശ്വാസികളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ മനഃപൂർവ്വം ബോധപൂർവം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു. അതിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതിയോ സ്വാമി? ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഹിന്ദു സംഘടനകൾ, ഹിന്ദു ഭക്തജന ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞാനും ഒരു ഹിന്ദു ആണ്, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഞാനൊരു ഭക്തനാണ്. ഞാനിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ കാഴ്ചപ്പാടോ ഏതെങ്കിലും ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിതനായ സന്യാസിയുടെ കാഴ്ചപ്പാടോ ഒന്നും ആണെന്ന് വിശാലമായ ഹിന്ദു സംസ്കാരത്തിൻ്റെ 5000 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധം വെച്ചിട്ടെങ്കിലും എനിക്ക് പറയാൻ കഴിയും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ആചാരധ്വംസനമാണോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള. ആചാരമല്ല, അനുഷ്ഠാന ധ്വംസനം. ഇതൊരു അനുഷ്ഠാനമാണല്ലോ. അല്ല, അനുഷ്ഠാന ധ്വംസനമാണോ ആചാരധ്വംസനമാണോ എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രസക്തമായ വിഷയം. ഞാൻ ചില ചരിത്രപരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ ഊട്ടുപുരയിലിരുന്ന് ആഹാരം കഴിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ജാതിയിൽ പറഞ്ഞ ഒരാളാണ്. സന്യാസി ജാതിയൊന്നും പറയാൻ പാടില്ല, പക്ഷേ പൂർവാശ്രമത്തിൽ അങ്ങനെ ഒരു ജാതിയിൽ പിറന്ന ആളാണ്. എനിക്ക് ഊട്ടുപുരയിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ചില ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു, ചില ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇതൊക്കെ മാറിയത്, ഇതൊക്കെ ആചാരമായിരുന്നു ആദ്യകാലത്ത്. ഇവിടെ ഇപ്പോൾ ശങ്കരാചാര്യരാണ് പൂജാവിധാനങ്ങൾ ക്രമീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഐതിഹ്യമാണ്. ആ ഐതിഹ്യത്തെ പൂർണ്ണമായും നമ്മൾ പരിഗണിക്കുമെങ്കിൽ ശാങ്കര സ്മൃതി എന്ന് പറയുന്ന 64 അനാചാരങ്ങൾ എന്ന് പിന്നീട് നമ്മളൊക്കെ വിളിച്ച ആ അനാചാരങ്ങൾ എഴുതി പിടിപ്പിച്ചതും ശങ്കരാചാര്യരാണെന്ന് പറയേണ്ടി വരും നമുക്ക്. അപ്പോൾ ഈ 64 അനാചാരങ്ങളുടെ ഒരു കേരളം ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും കേരളം. ആ കേരളം അതൊക്കെ അന്ന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ആചാരമാണ് എന്നാണ് കരുതിയിരുന്നത്. അമ്പലത്തിനകത്തും അമ്പലത്തിന് പുറത്തുമുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇത് ധർമ്മസംഹിതയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിലൊക്കെ ആചാര്യന്മാർ ഇടപെട്ട് തന്നെയാണ് മാറ്റം വരുത്തിയത്. മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചരിത്രം കൂടിയാണ് ഹിന്ദുവിൻ്റെ ചരിത്രം, ധർമ്മചരിത്രം, ആത്മീയ ചരിത്രം എന്നുള്ളത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അല്ല, ഈ ഏകാദശി ഉദയാസ്തമന പൂജ അത് നേരത്തെ ആക്കിയതിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഏകാദശി ഉദയാസ്തമന പൂജ അത് വൃശ്ചികത്തിലാണല്ലോ നടത്തേണ്ടത്. അതിപ്പോൾ തുലാം മാസം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി അറിഞ്ഞാൽ കൊള്ളാം. അതിനെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ, ഞാൻ ആരുടെയും പ്രതിനിധിയായിട്ടല്ല സാധാരണ പറഞ്ഞത്, ഞാൻ ആരുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക്, ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി അല്ല, ഞാൻ ഒരുവിധ അധികാര സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളല്ല, ഇരിക്കാൻ താല്പര്യവുമില്ല, അത് വേറെ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ചു. എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ. ഒരു സാമാന്യ മര്യാദ എന്നുള്ള ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വിഷയം എന്താണെന്നുള്ളത് എല്ലാ പക്ഷങ്ങളും കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമുക്ക് അറിയാം ഇപ്പോൾ പൂർവാധികം ഭക്തജനത്തിരക്ക് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഉദയാസ്തമയ പൂജ ആ ഏകാദശി വിശേഷ ദിവസം കൂടി അതും കൂടി നടത്തുകയാണെങ്കിൽ
16 പ്രാവശ്യം നട അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. 16 പ്രാവശ്യം നട അടയ്ക്കുക എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറും ക്യൂ നിന്നിട്ടും ഭക്തജനങ്ങൾക്ക്, സാധാരണ ഭക്തജനങ്ങൾക്ക് തൊഴാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്ന് ആരാഞ്ഞപ്പോൾ അതിന് സാധാരണ സാമ്പ്രദായികമായ രീതിയിൽ തന്നെയുള്ള അന്വേഷണ മുറകളിലൂടെ ഇവർ കൂറ്റനാട് രാവുണ്ണി പണിക്കരെ കൊണ്ടുവരികയും തന്ത്രിയുടെ ഇല്ലത്ത് വെച്ച് ദേവപ്രശ്നം വെച്ച് ദേവഹിതം മനസ്സിലാക്കുകയും ദേവഹിതം ഇതിന് വിരുദ്ധമല്ല എന്നറിഞ്ഞപ്പോൾ ഏകാദശി ദിവസം നടത്തേണ്ട പൂജ പിറ്റേ മാസം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മാസമായിട്ട് നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി വിശേഷ ദിവസങ്ങളിൽ VIP-കൾക്കുള്ള ദർശനം പോലും പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഒരു VIP 1-2 മിനിറ്റ് അവിടെ ക്യൂ തടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അത്രയും നേരം ഭക്തജനങ്ങൾ നിൽക്കേണ്ടി. അപ്പോഴേക്കും ഇങ്ങനെ നമുക്കറിയാം 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം ഭഗവാനെ. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം ഭഗവാൻ. തിരുപ്പതിയിലൊക്കെ അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ മാത്രം ഒരു ഭാഗത്ത് VIP ദർശനം ഒഴിവാക്കി എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇങ്ങനെ എങ്ങനെ പണം പിടുങ്ങാം എന്നുള്ളതിനെ കുറിച്ചും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശേഷാൽ ദിവസങ്ങളിലുണ്ടോ? വിശേഷാ ദിവസങ്ങളില്ല, ശനി ഞായറില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലായത്. ശനി ഞായറും ഉണ്ടോ? എല്ലാ വിശേഷ ദിവസങ്ങളിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏകാദശി അല്ല VIP ദർശനം ശനി ഞായറില്ല, ഉണ്ട്. ഓക്കെ യെസ് ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ പെട്ടെന്ന് കാണാം. ഞാൻ പറഞ്ഞത് എനിക്ക് അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾ പത്രപ്രവർത്തകരാണ്, നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. അതെ തീർച്ചയായും. നമ്മൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജനസഭ സംഘടിപ്പിച്ചത്. ഇവിടെ ഗുരുവായൂരിലുള്ള ആളുകൾ തന്നെയാണ്. ഗുരുവായൂരപ്പൻ നമുക്ക് അന്യനൊന്നുമല്ല. ഇവിടെ ജനിച്ച ഞാൻ എല്ലാ മാസവും തൊഴുന്ന ആളാണ്. സന്തോഷം. മനസ്സിലായോ?